ഉമ്മാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഉമ്മ ചെറിയ പ്രയാസത്തിലാണ്, ചെറിയല്ല ഒരു പ്രയാസത്തിലാണ്. എല്ലാവരും ദുആ ചെയ്യണം. ഉമ്മാൻ്റെ എൻജിയോഗ്രാമൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർമാർ ചെറിയ സ്ട്രോക്കിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു താങ്ങുന്നതിലപ്പുറമുള്ള ഒരു പരീക്ഷണം ഒരാൾക്കും അള്ളാഹു നൽകാതിരിക്കട്ടെ. ഉമ്മ എൻജിയോഗ്രാമൊക്കെ ചെയ്ത് അസർക്ക് ഡിസ്ചാർജായി വന്നു. വീണ്ടും ഉമ്മാക്ക് വേദന ശക്തപ്പെട്ടു കൈയിൻ്റെ ഭാഗത്ത്. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിരിക്കുക. എല്ലാവരും ദുആ ചെയ്യണം. BP 240 അടുത്തടുത്തുണ്ട്, ഡൗൺ ആനേ ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർമാരെല്ലാം പറഞ്ഞത് എന്തെങ്കിലും ടെൻഷനായിരിക്കും. നല്ല ടെൻഷനാണ് മോൻ്റെ കാര്യം. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ അനീസ്മോൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾക്കെല്ലാം എത്ര സങ്കടമായിട്ടുണ്ട്. അപ്പോൾ അനീസ്മോന് ഏറെ ഇഷ്ടപ്പെടുന്നതും സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയെക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നത് ഉമ്മാനോടാണ്. അപ്പോൾ ആ ഉമ്മാക്കും ഓനോട് അങ്ങനെ ഒരു ബന്ധമല്ലേ. ഉമ്മാക്കും എൻ്റെ അവസ്ഥ കണ്ടിട്ട് അന്ന് അടിച്ച ടെൻഷനുകൾ ഇന്നും ഓന് ഉമ്മാനോടാണ് എല്ലാ കാര്യം പറയാം. എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട ഉമ്മ. ഈ വീട്ടിൽ വന്നതിന് ശേഷം വലൈക്കും അസ്സലാം, ഞാൻ വെറുതെ വന്നത് കേട്ടോ. എൻ്റെ മനസ്സിന് സത്യം പറഞ്ഞാൽ പല ആളുകൾ അനീസ് ലൈവ് വരുമ്പോൾ ഞാൻ വരുമ്പോൾ എന്തോ അതൊന്നുമല്ല. എൻ്റെ വിഷമങ്ങൾ പറയാൻ എൻ്റെ റബ്ബും നിങ്ങളേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. മനസ്സിനേറെ വിഷമാകുന്ന സമയത്ത്, മനസ്സിന് നല്ല വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ മനസ്സിനൊരു ആരുടെക്കെങ്കിലും സങ്കടം പറയുമ്പോൾ അല്ലേ സങ്കടങ്ങളൊക്കെ മാറാം. എന്നും സങ്കടം പറയല്ല കേട്ടോ. സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷം പറയും. സങ്കടങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുമ്പോൾ, ആ പ്രാർത്ഥന ലഭിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്നൊരിത് അത് ഒരു നീയത്ത് മാത്രമാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അത് അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ സങ്കടം പറയാൻ നിങ്ങളോടേ ഉള്ളൂ. മാനസികമായിട്ട് വലിയ സങ്കടം മനസ്സിലേക്കുണ്ട്. ഫൈസൽക്ക അള്ളാഹു പരിപൂർണ ശിഫ നൽകട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യും. നിങ്ങളൊക്കെ ദുആ കൊണ്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളൊക്കെ സഹകരണം കൊണ്ടും ഒരുപാട് പ്രയാസത്തിൽ നിന്ന് ഞാൻ എല്ലാ നിലക്കും, ഒരു ഭാഗത്ത് മോൻ്റെ, മറ്റൊരു ഭാഗത്ത് സാമ്പത്തികമായിട്ട് ഷാജാൻ, അങ്ങനെ പല നിലക്കും പ്രയാസപ്പെട്ട് നിന്ന് എന്നെ ചേർത്ത് പിടിച്ച് ഒരു ജീവൻ തന്നെ നൽകി. ഇന്ന് ഉമ്മാൻ്റെ അവസ്ഥ കുറച്ച് ഒരു പ്രയാസത്തിലാണ്. എല്ലാവരും ദുആ ചെയ്യണം. കണ്ടു നിൽക്കാനോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇതുവരെ ഉമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതലും ഉമ്മാൻ്റെ മുഖം നോക്കുമ്പോൾ പറ്റുന്നില്ല. ഞാൻ കുറേ ഇന്നലെ ചിരിപ്പിച്ചു, തമാശകൾ പറഞ്ഞു. ഞാനും അനീസ് കുറേ തമാശ പറഞ്ഞു. കുറേ നേരം ഉമ്മാനോട് ഇന്നലെ സ്പെൻഡ് ചെയ്തപ്പോൾ അവസാനം ഉമ്മക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. മുമ്പേ ഉണ്ട്, ഇപ്പോൾ കുറച്ച് ഒരു പ്രയാസമാണ്, ഒരു സുഖമില്ല. അപ്പോൾ നിങ്ങളോട് വന്ന് അത് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രാർത്ഥനയും അത് തന്നെയാണ് സത്യത്തിൽ. പിന്നെ പ്രത്യേകം ഒരുപാട് രോഗികൾ, ഞാനിത് പറയുമ്പോൾ ഞാൻ വലിയ ചാരിറ്റി പ്രവർത്തകനായിട്ടൊന്നായിരുന്നു. ഒരുപാട് രോഗികൾ വീട്ടിലേക്കും അല്ലാതെയും എന്നെ വിളിക്കുന്നുണ്ട്. ഉസ്താദെ നിങ്ങളെത്തും, ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തട്ടിമാറ്റാൻ പ്രയാസമാണ്, പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ലൈവിലൂടെ പറയണം. അത്തരത്തിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യം ഒന്ന് ഉസ്താദിന് സഹായം കിട്ടി, ഉസ്താദിന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയപ്പോൾ ഇനി ഉസ്താദ് ചെയ്യുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥമാണ്. ചാരിറ്റി പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം ഫർള് ഐനായ കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരു രോഗി, ക്യാൻസർ രോഗിയായ ഒരു പ്രിയപ്പെട്ടവന് തലശ്ശേരിയിൽ, എൻ്റെ വീട്ടിൻ്റെ അയൽവാസി, എന്നെ കാത്തു നിൽക്കാൻ, ഞാൻ പല ആളുകളെ ഒക്കെ എത്രയോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ ആളുകൾ പോലും എൻ്റെ ഒരു മോൻ്റെ വിഷയം വന്നപ്പോൾ അതൊക്കെ മറന്നിട്ട് കൂടെ നിന്നിട്ട് മോനെ ചേർത്ത് പിടിച്ച ആളുകളാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെ നമ്മൾ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എനിക്കൊരു പ്രയാസം വന്നപ്പോൾ അതൊക്കെ എല്ലാം മറന്ന് എൻ്റെ മോനെ ചേർത്ത് പിടിക്കാൻ ഒരുപാട്. അനീസ് മോനെ ഇൻഷാ അല്ലാഹ് നാളെ ചെന്നൈ പോകും ഞങ്ങൾ. ഞായറാഴ്ച അവിടെ എത്തിയിട്ട് ഒരു ദിവസം അവിടെ റെസ്റ്റ് എടുത്തിട്ട് അനീസ് മോൻ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ആ ടാബ്ലറ്റിൻ്റെ
എൻ്റെ ഒരു ടെസ്റ്റ് നടത്താനുണ്ട്. അതായത് ഇതുവരെ കഴിച്ചതിൻ്റെ കിഡ്നിക്കോ വേറെ എന്തിനും പ്രയാസം ഉണ്ടോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ. വേദനയുണ്ട്. ഇന്ന് അനീസ്മോനെ കാണിക്കാത്ത വേറെ ഒന്നുമല്ല, അനീസ്മോന്റെ പെരടിന്റെ ഈ ഭാഗത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത ആ ഭാഗത്ത് ചെറിയ വീക്കം വന്നിട്ട് വേദനയുണ്ട് അനീസിന്. അപ്പൊ എല്ലാവരും ദുആ ചെയ്യുക. ഒന്നാമത് ഓനക്ക് ഞാൻ പറഞ്ഞില്ല, ഉമ്മാനോട് അത്ര ഒരു ഇഷ്ടമാണ്, ഓനക്കും ഉമ്മാനോട് ഒരു ഇതാണ്. ഇന്ന് ഉമ്മ ഓന്റെ മുമ്പിൽ സുഖമില്ലാതായപ്പോൾ സത്യം പറഞ്ഞ ബെഡിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഓൻ കരയുണ്ടായി. ഞാനവനെ വേറെ ഇടം മാറ്റി താമസിപ്പിക്കാനും കഴിയുന്നില്ല, പറയാതിരിക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എൻ്റെ സത്യത്തിന്. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, പല ആളുകളും 1,90,00,000 വന്നു, കോടീശ്വരനായി എന്നൊക്കെ, ഞാനതിൻ്റെ ഒക്കെ കാര്യങ്ങൾ പിന്നീട് പറയാം. ഒരുപാട് ചെലവുകൾ നിങ്ങൾ തന്നിട്ട് തന്നെ ആക്കിയത്. എന്നെ സംബന്ധിച്ച് ഈ ഒരു 2-3 മാസം എന്ന് പറയുന്നത് തീ കണലിന്റെ മുകളിൽ നടന്ന മാതിരിയാ. മൂത്ത മകനും ഉമ്മയും അനീസും എല്ലാം ചേർന്ന് എന്താ പറയാന്നറിയില്ല. യുസ്റാന്നല്ലേ. ഇത്രയും പ്രയാസങ്ങൾക്ക് ശേഷം അള്ളാഹു ഒരു സന്തോഷം തീർച്ചയായിട്ടും നൽകും. മകനും ഉമ്മാക്കും രണ്ടാക്കും പ്രയാസം ഇപ്പോൾ സത്യം പറഞ്ഞാല്. അനീസിനോട് ചെറിയൊരു ബീക്ക് ഉണ്ട്, അത് ഇഞ്ചക്ഷൻ്റെ, അത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാവ് എടുത്തു കളഞ്ഞ ഭാഗം പിന്നും വരുന്ന അത് വരും എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട്, അതാണ് ആഗസ്റ്റ് ലാസ്റ്റിലോ സെപ്റ്റംബറിലോ പോകാൻ പറഞ്ഞിട്ടുള്ളത്. ഉമ്മാക്ക് എൻജിയോഗ്രാം ഒക്കെ ചെയ്ത് ഡോക്ടർ അവിടുന്ന് ഇതാക്കി നമ്മൾ വൈകുന്നേരം വന്നു. കാരണം ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഉമ്മാന്റെ അവസ്ഥയും ഉമ്മാക്ക് ഇങ്ങനെ ആവാൻ ഈ ഒരു മോനെക്കുറിച്ച്, അനീസിനെ കുറിച്ചും എന്നെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വന്നപാട് ഉമ്മ പല ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത്. കാരണം എന്താ, എൻ്റെ മകൻ 1.5 മാസം ആ നാട്ടിൽ പോയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഉമ്മ പിറ്റേ ദിവസം തളർന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അല്ലെ. എത്രയോ ദൂരം ഞാൻ മാസങ്ങളോളം പലയിടത്ത് യാത്ര പോയത്, എന്ത് പ്രതിസന്ധി നേരിട്ടാലും തളരാതെ പിടിച്ചു നിന്നത് എന്തറിയാം, എൻ്റെ ഉമ്മാൻ്റെ ദുആ, എൻ്റെ ഉപ്പാൻ്റെ ദുആ എനിക്കുണ്ടാവും. ആ ഉമ്മാക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ അല്ലേ. നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ, എവിടെ പോവാണെങ്കിൽ, ഞാൻ മെല്ലെ സംസാരിക്കുന്നത് പുറത്ത് കേൾക്കണ്ട, ഏത് സ്ഥലത്തേക്ക് ഞാൻ പോവാണെങ്കിലും എനിക്കുള്ള ധൈര്യം, വാഹനത്തെ യാത്ര ചെയ്യണമെങ്കിൽ എനിക്കുള്ള ഒരു എനിക്കുള്ള ധൈര്യം എന്താ, എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന. അത് എന്നും ഉണ്ടാവണം. അതിനു വേണ്ടി നിങ്ങൾ